ഒരു വണ്ടി ഫുള്ള് സാധനം രണ്ടാളിനെ നമ്മൾ വിട്ടുതരുവാണ്. സാനി സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. പഴയ കട്ടിൽ നിന്ന് ആ ഒരു പുതിയ കട്ടിലോട്ടൊന്ന് ഇരുത്താണ് ഞങ്ങൾ. ഒടിഞ്ഞ കട്ടിൽ മാറ്റി പുത്തൻ കട്ടിൽ ഞങ്ങൾ ഇപ്പോൾ ഇട്ട് തരും. ഞാൻ വിളിച്ചു തരാം. സാധനങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഒരുപാട് ഇങ്ങനെ നിറച്ചിട്ട് ഒരു 10-20 വീഡിയോ ചെയ്തിട്ട് ഒരാൾക്ക് കൊടുക്കുന്ന പരിപാടി എനിക്കില്ല. ഇന്നത്തെ ദിവസം തന്നെ ഇത്രയും ഫർണിച്ചർ കൊടുത്തു തീർക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണണമെങ്കിൽ ഈ ഒരു റൂമിനകത്തോട്ട് കയറി നോക്കണം. ഈ വീട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും സഹായിക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ കറ്റാനം അടോക്കിലാണ് കേട്ടോ. നമ്മൾ എല്ലാ പ്രാവശ്യവും സാധാരണക്കാർക്ക് ഫർണിച്ചർ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഈ ഒരു വണ്ടിക്കകത്തുള്ള മുഴുവൻ ഫർണിച്ചറും നമ്മൾ സാധാരണക്കാരെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഫർണിച്ചർ നമ്മൾ സന്തോഷത്തോടു കൂടി സാധാരണക്കാരെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടതെന്ന് പറയുമ്പം ഈ അഡോക്കിൻ്റെ ഇതിൻ്റെ ഓണറിൻ്റെ കൂടെയാണ്, ഇക്കാടിക്കയാണ്. കാരണം ഞാൻ പറയുമ്പം ഞാൻ സെലക്ട് ചെയ്യുന്ന ഓരോ സാധാരണക്കാരുടെ വീടുകളിലേക്ക് വീട് നിറച്ച് ഫർണിച്ചർ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കായംകുളം, ഹരിപ്പാട് എൻ്റെ നാട്ടുകാർക്ക് പോലും ഒരു സാധനം ഈ സ്ഥാപനത്തിൽ ഒന്ന് വാങ്ങിക്കാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പം നിങ്ങളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അതിലൂടെ ഒരുപാട് ആൾക്കാരെ പ്രകാശം കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനവും കൂടിയാണ് ഈ ഒരു സ്ഥാപനം. അപ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി ഞാൻ കൊണ്ടുപോകാം കേട്ടോ. ശരി, 2 പണിക്കാരെ കൊണ്ടുപോകാം. തീർച്ചയായും. ഓക്കെ, സന്തോഷത്തോടെ ഇത്രയും സാധനം നമുക്ക് സാധാരണക്കാർക്ക് കൊടുക്കാം. നിൽക്കുന്ന രണ്ടാമത്തെ സ്ഥലത്താണ്. ഒരു സ്ഥലത്ത് നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളും കൊടുത്തു. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ മിക്കവാറും ഈ ഫർണിച്ചറൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള 2 വ്യക്തികളാണ് കേട്ടോ. ദൈക്കായും ഉണ്ട്, അതുപോലെ നമ്മുടെ ചേട്ടനുണ്ട്. ഞങ്ങളിപ്പം എനിക്ക് തോന്നുന്നു 4-5 വീടുകളിൽ വീട് നിറച്ച് ഫർണിച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു സെറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ഡൈനിങ് ടേബിൾ ഇരിപ്പുണ്ടായിരുന്നു, നമ്മൾ കൊടുത്തു. ഈ സാധനങ്ങൾ ഇങ്ങനെ വണ്ടിയിൽ ഒരുപാട് ഇങ്ങനെ നിറച്ചിട്ട് ഒരു 10-20 വീഡിയോ ചെയ്തിട്ട് ഒരാൾക്ക് കൊടുക്കുന്ന പരിപാടി എനിക്കില്ല. ഇന്നത്തെ ദിവസം തന്നെ ഇത്രയും ഫർണിച്ചർ കൊടുത്തു തീർക്കുകയാണ്. ഇത് നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പം ആറാട്ടുപുഴയിലാണ്. ഞാൻ ഇന്നലെ ഈ വീട്ടിൽ വന്നായിരുന്നേ. അപ്പോൾ ഈ വീടിൻ്റെ സിറ്റുവേഷനൊക്കെ കണ്ടു. അവിടുത്തെ അലമാര ഒന്നും ഇല്ല, അലമാര. അപ്പൊ ഈ വീട്ടിൽ എന്ന് പറയുമ്പോൾ പാപ്പായെ പോലെ തന്നെയുള്ള ഒരു മോനുണ്ട്. ആ മോന്റെ മോനുണ്ട്. പാപ്പിച്ചക്ക് സന്തോഷമായോ? പ്രാർത്ഥിക്കും ഞങ്ങൾക്ക് വേണ്ടി. ദുആ ചെയ്യണം, ആത്മാർത്ഥത്തോടെ ദുആ ചെയ്യണം കേട്ടോ. മാറ്റി വെക്കോ? ശരി. ഇതൊരു ബെഡ്. വാ, ഇതൊരു കട്ടില്. അപ്പൊ ഈ കട്ടിൽ സെറ്റ് തരും കേട്ടാ. അതിനകത്ത് കിടക്കുള്ളൂ കേട്ടാ. സെറ്റ് ചെയ്യുന്ന കട്ടിലാണ് കേട്ടാ. അതിൻ്റെ ഓരോ സാധനങ്ങൾ കയറ്റി. ഇനി അടുത്ത ലാസ്റ്റ് സാധനമാണ്. ഈ കട്ടിലിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ നിങ്ങൾ? പൊടിഞ്ഞ കട്ടിൽ മാറ്റി പുത്തൻ കട്ടിൽ ഞങ്ങൾ ഇപ്പോൾ ഇട്ട് തരും. നിങ്ങൾ വിചാരിക്കും ചെരുപ്പിട്ട് എന്താ കയറിയെന്ന് വിചാരിക്കും. അവിടെ മൊത്തം പ്രശ്നം. നേരത്തെ എടുത്തോണ്ട് വന്ന കട്ടിലിന്റെ ഓരോരോ പോർഷൻസ് ആയിരുന്നു, കാലൊക്കെ ആയിരുന്നു. അപ്പൊ അതിങ്ങനെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളി ഒരു കട്ടിലായി. ഇങ്ങനെ പതുക്കെ നടന്നു വേണം പോവാൻ. പതുക്കെ 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 ഞാൻ വീൽ ചെയർ തരാം. വീൽ ചെയർ ഞാൻ തരാം. പാപ്പിച്ചൊക്കെ അല്ലാതെ പിന്നെ ആർക്ക് കൊടുക്കാനാ? വീൽ ചെയർ ഞാൻ ഉടനെ കൊണ്ട് തരാം. അഭിഷേക് ഇവിടെയാണോ കുളിക്കുകയൊക്കെ ചെയ്യുന്നേ? ഞാൻ എൻ്റെ കൂടെ വന്നിട്ട് ഇക്ക ഇപ്പൊ വിഷമിക്കുന്നതിന് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ ഇവന്റെ കുറച്ച് പോർഷൻസ് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണണമെങ്കിൽ ഈ ഒരു റൂമിനകത്തോട്ട് കയറി നോക്കണം. ഞാൻ ആ റൂമും കാര്യങ്ങളും ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല. ഈ ബെഡ്, ഈ ഒരു കട്ടിലും കൂടെ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുകയാണ്. ആ വാപ്പിശ അതിനകത്താണ് കിടക്കുന്നത്. അത് വല്ലാത്തൊരു സാഹചര്യത്തിൽ കിടക്കുകയാണ്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത് കേട്ടോ. അല്ലേ? പക്ഷെ ഈ വീട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും സഹായിക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള വീടുകളിൽ നമ്മൾ പ്രതീക്ഷയിലും അപ്പുറമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ ഇനിയും തുടരും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ചാനൽ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. ഒരുപാട് വിഷമമായി പോയൊരു ദിവസം കൂടിയാണ് കേട്ടോ.